എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല പേരുമഴയായിരുന്നു. എന്നാലും മൂടി പുതച്ചൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാലോ അമ്മയൊട്ട് സമ്മതിക്കുന്നില്ല. രാവിലെ എനിക്ക് നല്ല സ്ട്രോങ് ചായ പതിവാണ്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് മഴയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞ് നാളെ കർക്കിടക വാവല്ലേ, മീനും ഇറച്ചിയും പച്ചക്കറിയെല്ലാം വാങ്ങണമെന്ന്. അങ്ങനെ പേപ്പറും പെന്നും എടുത്ത് ഞാനും അമ്മയും ലിസ്റ്റ് ഇടാനായിട്ട് അങ്ങ് ഇരുന്ന്. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ ഞങ്ങൾ ആ വലിയ ലിസ്റ്റ് അങ്ങ് എഴുതി തീർത്ത്. അപ്പോൾ അമ്മ പറഞ്ഞ് തലശ്ശേരി മാർക്കറ്റിൽ പോയിട്ട് നല്ല ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് വരാൻ. രാവിലെ പോയാലേ നല്ല ഫ്രഷ് മീൻ കിട്ടൂളേ, അതുകൊണ്ട് വേഗം വണ്ടി എടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങി. മാർക്കറ്റിലെത്തിയപ്പോഴതാ ചറ പറ മീനുകൾ. ട്രോളിങ് ഇന്നലെ കഴിഞ്ഞിട്ട് ഇന്ന് ഇത്രയും മീൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കൊരു പിടുത്തവും. ഒരു സൈഡിൽ നോക്കിയപ്പം നല്ല യമണ്ടൻ കേരച്ചൂര നിൽക്കുന്നു. ആ ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞ് കിലോന് 300 റുപ്യയേ ഉള്ളൂ, നല്ല ഫ്രഷ് മീനാണ്. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, പൊരിക്കാൻ മീൻ വേണമല്ലോ, മൂപ്പരെ കൊണ്ടുതന്നെ അങ്ങ് മുറിപ്പിക്കുകയും ചെയ്തു. നമ്മളെ നാട്ടിൽ ഇതിനെ സുതാന്നാണേ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേരച്ചൂരാന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെ തറവാട്ടിൽ ഈ അകത്ത് വെക്കൽ ചടങ്ങലുള്ളത് കൊണ്ട് നല്ല മുന്തിയിനം മീൻ തന്നെ വേണം കറി വെക്കാൻ. കിട്ടി മോനെ കിട്ടി, നല്ല പെടക്കണ അയക്കൂറ തന്നെ കിട്ടി. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, പൊള്ളുന്ന വിലയാണെങ്കിൽ ആ അയക്കൂറ തന്നെ ഇങ്ങ് വാങ്ങി. മഴക്കാലത്തെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വണ്ടി എടുക്കലും മഴ പെയ്ത് ഗതികേടിനാണെങ്കിൽ ഞാനൊട്ട് റെയിൻകോട്ട് എടുത്തിട്ടുമില്ല. വേഗം തന്നെ പച്ചക്കറി വെക്കുന്ന ഒരു വണ്ടിപ്പീടിയിൽ ഞാൻ അങ്ങ് പാഞ്ഞു കയറി. മീനും കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല സുർക്കേൻ്റെ മണം. അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അതാ നല്ല അച്ചാറും നല്ല എമണ്ടം പുളിയും പച്ചടിയും എല്ലാം അമ്മ സെറ്റാക്കി വെച്ചിന്. ഉച്ചക്കത്തെ ചോറും കഴിച്ചിട്ട് ഞാൻ വൈകുന്നേരം പൂജാ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ തലശ്ശേരിക്കങ്ങ് പോയി. തലശ്ശേരി നമ്മൾ സ്വന്തം ആനന്ദേട്ടൻ്റെ ഷേണോയ്സ് പൂജാ സ്റ്റോറുണ്ട്. അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും പൂജാ സാധനങ്ങൾ വാങ്ങൽ. കാരണം നമ്മൾ തറവാടിന് അമ്പലമെല്ലാം ഉണ്ടേ. അപ്പോൾ അങ്ങനെ ബലിയിടാനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ അവിടുന്ന് മൂപ്പരോട് കുറച്ച് കത്തി വെച്ചിട്ട് അങ്ങ് ഇറങ്ങി. ബലിയിടുമ്പോൾ ആവശ്യമുള്ള ഈ പവിത്രം കൂർച്ചം പോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അങ്ങ് കെട്ടല. അങ്ങനെ ഞാനും ആൻറ്റിയും ഏട്ടനും എല്ലാം കൂടി ആ പണികൾ മുഴുവൻ അങ്ങ് തീർത്തൊരുക്കി വെച്ച്. അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മയും കുഞ്ഞാൻ്റെയും കൂടി നാളത്തേക്കുള്ള ഉപ്പേരിക്ക് വേണ്ടുന്ന പച്ചക്കറിയും മീനും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നു. ഇന്ന് കർക്കിടക വാവായതുകൊണ്ട് ഞാൻ പുലർച്ചയ്ക്ക് തന്നെ തറവാട്ടിൽ പോയി വേഗം വിളക്കങ്ങ് കത്തിച്ച്. എന്നിട്ട് ബലിക്ക് വേണ്ടുന്ന സാധനങ്ങളായ ഈ പവിത്രം, കൂർച്ചം, അക്ഷതം, എള്ള്, ചന്ദനം, ചെക്കിപ്പൂവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്ലേറ്റിൽ ഒരുക്കി അങ്ങ് വെച്ച്. 3 ഗർഭപ്പുല്ല് കൊണ്ട് ഒരു തല കെട്ടിയ പോലെയുള്ളത് ആദ്യം നമുക്ക് ദേശകാല സങ്കല്പം. എല്ലാവരും കണ്ണടക്കുക, നട്ടല് നിവർത്തിയിരിക്കുക, കൈ നമ്മുടെ ഹൃദയത്തിനോട് ചേർക്കുക. ഞാൻ പറയുന്നത് ഏറ്റുപറയും. ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു കാവേരി, ജലേസ്മിൻ. നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. നാരായണായ ഓം നമോ നാരായണായ. ഇനി ചന്ദനം കൊണ്ട് 3 തവണ ഓം നമോ നാരായണായ. വർഗദ്വയ പൃഥിവ്യോ നമഃ. അതായത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ പിതൃക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. തറവാടിൻ്റെ അടുത്ത് തന്നെ കടപ്പുറം ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കടപ്പുറം പോയി ബലിയിട്ട വസ്തുക്കളെല്ലാം കടലിലൊഴുക്കി. ഞങ്ങളുടെ തറവാട്ടിൽ പണ്ടേ ആചരിച്ചു വരുന്ന ഒരു ചടങ്ങാണ് അകത്ത് വെക്കൽ ചടങ്ങ്. കർക്കിടക വാവിൻ്റെ അന്നേ ദിവസം രാവിലെ ബലിയിട്ടതിന് ശേഷം ഉച്ചക്ക് ഈ അകത്ത് വെക്കൽ ചടങ്ങ് നടത്തും. അതെന്താന്ന് വെച്ചാൽ ഈ മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുവാണ് എന്നുള്ള ഒരു വിശ്വാസമാണ്. എങ്ങനെയാണ് ഈ ചടങ്ങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തറവാട്ടിലൊരു പ്രത്യേക സ്ഥലത്ത് നമ്മളൊരു ബെഡ്ഷീറ്റ് കൊണ്ട് 2 സൈഡ് ഇങ്ങനെ മൂടി വെക്കും. എന്നിട്ട് അവിടെ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മളവിടെ 2 പലക വെക്കും. ഒരു പലക മരിച്ചുപോയ ആണുങ്ങളെയെല്ലാം നമ്മൾ സങ്കല്പിച്ചിട്ടും ഒരു പലക പെണ്ണുങ്ങളെയെല്ലാം സങ്കല്പിച്ചിട്ടുമാണ് വെക്കുക. എന്നിട്ട് അവിടെ ഭക്ഷണമെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അരിയും പൂവും എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അരി ചാർത്തും. ശേഷം ആ ഭക്ഷണം എടുത്ത് എല്ലാവരും കൂടി അത് കുഴച്ച് 3 ഉരുളയാക്കി നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുന്ന സങ്കല്പത്തിൽ വെച്ചിട്ട് കാക്കക്ക് കൊടുക്കും.